പവിത്രത്തിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ കമലമ്മയും മാഷും കൂടെ മന്ത്ലി ചെക്കപ്പിന് വരികയാണ് ഹോസ്പിറ്റലിൽ. അപ്പം ചെക്കപ്പൊക്കെ കഴിയുമ്പോൾ സിസ്റ്റർ ചോദിക്കുന്നുണ്ട്, എന്താ അമ്മയൊന്നും കഴിക്കത്തില്ലയോ, നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടോ എന്നൊക്കെ സിസ്റ്റർ പറയുന്നുണ്ട്. അപ്പം മാഷ് പറയുന്നുണ്ട്, കണ്ടോ എല്ലാവർക്കും ഇപ്പം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ആഹാരം കഴിക്കുന്നില്ല, എന്താ എന്താ കമലയുടെ ഉദ്ദേശം എന്നൊക്കെ മാഷ് ചോദിക്കുന്നുണ്ട്. മാഷേ, എനിക്ക് ശരീരത്തിനല്ല പ്രശ്നം, എൻ്റെ മനസ്സിലാണ് പ്രശ്നം എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിലേ മനസ്സിനെ ചികിത്സിക്കുന്ന ഡോക്ടറിനെ കൂടെ കാണാം. ഞാൻ ചുമ്മാ പറഞ്ഞതല്ല, ചില സങ്കടങ്ങൾ അങ്ങനെ ഡോക്ടറിനെ കണ്ട് പറഞ്ഞാലേ മാറത്തുള്ളൂ, നമുക്ക് കണ്ടാലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കമല പറയാണ്, അത് എനിക്കൊരു ഡോക്ടറിനെ കാണണം, പക്ഷേ ഇവിടുത്തെ ഡോക്ടറിനല്ല, എൻ്റെ മോനെയും വേദയും കണ്ടു കഴിഞ്ഞാൽ എൻ്റെ അസുഖങ്ങളെല്ലാം മാറും, നമുക്ക് പോകുന്ന വഴി അവനെ ഒന്ന് കണ്ടാലോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ മാഷ് പറയുന്നുണ്ട്, 2 ദിവസത്തിന് മുമ്പല്ലേ ഞാൻ പോയി കണ്ടത്, ആഴ്ചയിൽ 2 വട്ടം ഒന്ന് അനുവദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഇനി പോണോ എന്നൊക്കെ കമലയെടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പം കമല വാശി പിടിച്ചാൽ നിൽക്കുന്നുണ്ട്, പ്ലീസ് മാഷേ, എങ്ങനെയെങ്കിലും ഒന്ന് എനിക്ക് മോനെ കാണാൻ പറ്റുമോ, വിക്രത്തെ കാണാൻ പറ്റുമോ എന്ന് നോക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ശങ്കരനാരായണൻ സാറിൻ്റെ അടുത്തൊന്ന് വിളിച്ച് ചോദിക്കും മാഷ്, പറ്റുമെങ്കിൽ സാറ് ശരിയാക്കി തരും എന്നൊക്കെ പറഞ്ഞ് അവസാനം നിർബന്ധിച്ച് മാഷ് പറയുന്നുണ്ട്, ശരി ഞാൻ ശങ്കരനാരായണനെ വിളിച്ച് നോക്കട്ടെ, സാർ എന്താ പറയുന്നത് നോക്കട്ടെ. അങ്ങനെ ശങ്കരനെ വിളിക്കുന്നുണ്ട്. അപ്പം എന്താ മാഷെന്ന് ചോദിച്ചുകൊണ്ടാണ് ശങ്കരൻ സംസാരിക്കുന്നത്. ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിൽക്കുകയാണ്, എന്ത് പറ്റിയെന്നും പറഞ്ഞുകൊണ്ട് ശങ്കരൻ പെട്ടെന്ന് ചോദിക്കുന്നുണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല, കമലയെ ചെക്കപ്പിന് കൊണ്ടുവന്നേ, അപ്പം ഇവിടെ വന്നപ്പം അവൾക്ക് മോനെ കാണണമെന്ന്, അപ്പം 2 ദിവസത്തിന് മുമ്പ് ഞാൻ പോയി കണ്ടായിരുന്നു, ഒന്ന് കാണാൻ പറ്റുമോ ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ വിക്രത്തെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശങ്കരൻ ആദ്യം പറയുന്നത്, അത് ഭയങ്കര പാടാണ്, ആഴ്ചയിൽ 2 വട്ടമൊന്നും അനുവദിക്കത്തില്ല, പക്ഷേ മാഷ് പോയി കാണ്, ഞാൻ വിളിച്ച് പറഞ്ഞോളാം ആൻഡ്രൂസിൻ്റെ അടുത്തെന്ന് പറയാണ്. അങ്ങനെ ഭയങ്കര സന്തോഷമാവുകയാണ് മാഷിന്. അപ്പം പിന്നെ എനിക്കൊരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്, വേദയെക്കുറിച്ച് എന്തെങ്കിലും അറിവ് കിട്ടിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം പെട്ടെന്ന് ശങ്കരൻ, ശരി മാഷെ, ഞാൻ ആൻഡ്രൂസിനെ വിളിച്ച് പറഞ്ഞോളാം എന്നും പറഞ്ഞ് ഭയങ്കര സങ്കടത്തോടെ അങ്ങ് വെക്കുന്നുണ്ട്. അപ്പം ഫോൺ വെച്ചതിന് ശേഷം ശ്രീകാന്ത് പറഞ്ഞ കാര്യം ഇങ്ങനെ ആലോചിക്കുകയാണ്, നിങ്ങളുടെ മകളെ തിരിച്ചു വരും, അവളെ എനിക്ക് എന്തൊക്കെയോ സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ട്, അവളിങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ അവളെ പോയി കാണണം, അതല്ലേ വേണ്ടുന്നത്, അവളുടെ സർപ്രൈസ് ഞാൻ പൊളിക്കുന്നുണ്ട്. അക്കാര്യങ്ങളൊക്കെ ശങ്കരൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ മാഷിനെ കാത്ത് കമല അവിടെ കിടക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് മാഷ് വരുമ്പോൾ ചോദിക്കുന്നുണ്ട്, എന്ത് പറഞ്ഞ സാറ്, ശങ്കരൻ സാർ എന്താ പറഞ്ഞ്, നമുക്ക് തിരിച്ചു പോകുമ്പോൾ മോനെ കാണാൻ പറ്റുമെന്ന് കമല ചോദിക്കുന്നുണ്ട്. കണ്ടോളാൻ പറഞ്ഞ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ പോകുന്നത് ജയിലിലേക്കാണ്. കമലയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ സങ്കടത്തോടെ വന്ന് ജയിലിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ വിക്രം വരുന്നുണ്ട്. വിക്രം അമ്മയെ കാണുമ്പോൾ ഓടി വരുന്നുണ്ട്, വിക്രം എന്നും പറഞ്ഞുകൊണ്ട്. അതുപോലെ കമല ഓടി വരുന്നുണ്ട്. കമലയാണെങ്കിൽ വിക്രത്തെ കാണുമ്പോൾ ഭയങ്കര കരച്ചിലെടുത്തുകയാണ്. അമ്മ എന്തിനാണ് കരയുന്നത്, അമ്മ എന്നെ കാണാൻ വന്നത് കരയാനാണോ എന്നൊക്കെ വിക്രം ചോദിക്കുന്നുണ്ട്. അച്ഛൻ പറഞ്ഞല്ലോ അമ്മ മരുന്ന് കഴിക്കുന്നില്ല, ആഹാരം കഴിക്കുന്നില്ല, പോയാൽ എങ്ങനെ ശരിയാവുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കമല പറയാണ്, എനിക്ക് എല്ലാം ശരിയാവണമെങ്കിൽ എൻ്റെ മോൻ പുറത്ത് വരണം, എന്നാലേ ശരിയാവത്തുള്ളൂ എന്ന് കമല പറയുന്നുണ്ട്. അപ്പം മാഷ് പറയുന്നുണ്ട്, നിന്നോട് ഞാൻ പറഞ്ഞല്ലോ ഇനിയും കേസ് നടക്കാതിരിക്കുകയാണ്, അപ്പീലിന് പോകാതിരിക്കുകയാണ് ശങ്കരനാരായണൻ സാറിന് ഇപ്പോഴും പ്രതീക്ഷയുണ്ടെന്ന് വിക്രത്തിനോട് പറയുന്നുണ്ട്. അപ്പം വിക്രം പറയുന്നുണ്ട്, അമ്മ വിഷമിക്കേണ്ട, ഞാൻ എന്തായാലും പുറത്ത് വരും, അമ്മ ആഗ്രഹിക്കുന്ന പോലെ നമ്മളെല്ലാവരും ഒരുമിച്ച് ജീവിക്കുകയും ചെയ്യും, വേദയെക്കുറിച്ച് ഒരു അറിവുമില്ലല്ലോ മോനെ എന്നും പറഞ്ഞ് കമല വീണ്ടും കരയാണ്. അമ്മ വിഷമിക്കേണ്ട, അവൾ എവിടെയോ ഒളിച്ചിരിക്കുന്നത്, അതിനെന്തെങ്കിലും തക്കതായ കാരണം കാണും എന്ന് പറയുന്നുണ്ട്. അപ്പം മാഷും പറയുന്നുണ്ട്, അതെ, അവൾ എന്തെങ്കിലും കാരണമില്ലാതെ അവൾ മാറി നിൽക്കത്തില്ല, ഇനി ശ്രീകാന്തിനെ പേടിച്ചായിരിക്കും മോനെ അവൾ മാറി നിൽക്കുന്നത്, എനിക്കറിയത്തില്ല, അവളെക്കുറിച്ച് ഒരു അറിവും ഇല്ലല്ലോ എന്നൊക്കെ കമല പറഞ്ഞ് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. അപ്പം മാഷിൻ്റെ അടുത്ത് കമലാമ്മയുടെ അടുത്ത് വിക്രം പറയുന്നുണ്ട്, നിങ്ങൾ വിഷമിക്കേണ്ട, വേദ അങ്ങനെ സാധാരണ പെണ്ണൊന്നുമല്ല, അവൾക്ക് നല്ല മനോധൈര്യമുള്ള പെൺകുട്ടിയാണ്, അവൾ മാറി നിൽക്കുന്നതിന് എന്തെങ്കിലും തക്കതായ കാരണം കാണും, ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അവൾ തിരിച്ചു വരും, ഉറപ്പാണ്, അവൾ മാറി നിൽക്കുന്നത് ശ്രീകാന്തിനെ ഭയന്നിട്ടായിരിക്കും, അപ്പം അവൾ പുറത്ത് നിന്നതുകൊണ്ട്, അയാളുടെ മുന്നിൽ നിന്നതുകൊണ്ട് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമെന്ന് പേടിച്ച് മാറി നിൽക്കുകയാണ്, ഞാൻ പുറത്തിറങ്ങുമ്പോൾ എൻ്റെ കൂടെ ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ട് അവൾ മാറി നിൽക്കുകയാണെന്നൊക്കെ വിക്രം പറയുന്നുണ്ട്. അപ്പോൾ കമലമ്മയ്ക്ക് ഒരു ആശ്വാസമാവുന്നുണ്ട്. അപ്പം നീ ഇറങ്ങുമ്പോഴത്തേക്ക് വേദ വരുമായിരിക്കും ഇല്ലേ മോനെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വരും അമ്മേ, അമ്മ വിഷമിക്കുന്നത്, അമ്മ ആഹാരമൊക്കെ കഴിച്ച് നന്നായിട്ടിരിക്കണം, അടുത്ത പ്രാവശ്യം എന്നെ കാണാൻ വരുമ്പോൾ കരഞ്ഞ് കലങ്ങി കണ്ണുമായിട്ട് വരല്ലേ, ചിരിച്ച മുഖമായിട്ട് വരണം, എന്നാലേ എനിക്കൊരു സമാധാനം ഉള്ളെന്നൊക്കെ പറഞ്ഞ് വിടുകയാണ്. അപ്പം കമലമ്മ പറയുന്നുണ്ട്, ഞാൻ അച്ഛനോട് കുറേ കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്, അതെല്ലാം ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ മാഷ് പറയുന്നത്, ആവശ്യമില്ല സംസാരിക്കാൻ, ഇങ്ങോട്ട് വന്നേ, ഇനി കൂടുതൽ നേരം ഇവിടെ നിൽക്കേണ്ടെന്ന് പറയുന്നത്. അപ്പം വിക്രവും പറയുന്നുണ്ട്, അച്ഛാ അമ്മയെ കൂട്ടിക്കൊണ്ടു പോ, ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കമലയും കൂട്ടി മാഷ് പോവുകയാണ്. കമലയാണെങ്കിൽ അപ്പോഴും ഭയങ്കര കരച്ചിലാണ്. വിക്രത്തിനാണെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ നല്ല സങ്കടം വരുന്നുണ്ട്.
സമയത്ത് വേദയെടുത്ത് വേദ ഇങ്ങനെ മുറി കിടക്കുകയാണ്. അപ്പം കിടക്കുമ്പോൾ തന്നെ വെള്ളം എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. രാധികയാണ് പറയുന്നത് അപ്പുറത്ത് ബെഡിൽ കിടന്ന്. അങ്ങനെ വേദയാണെങ്കിൽ എണീച്ച് നോക്കുമ്പോൾ അവിടെ അമ്മ ഇല്ല. അമ്മയെ വെള്ളം എന്നാണ് രാധിക പറയുന്നത്. അങ്ങനെ അങ്ങോട്ട് ചെല്ലുമ്പോൾ രാധിക അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താ രാധിക എന്താണെന്ന് ചോദിക്കുകയാണ്. എനിക്ക് വെള്ളം വേണം, അമ്മ എന്തിനു ചോദിക്കുകയാണ്. അമ്മ ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നു, പുറത്തേക്ക് പോയിരിക്കുകയാണ്. വെള്ളം ഞാൻ എടുത്തു തരാമെന്നും പറഞ്ഞ് വേദ വെള്ളം എടുത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വേദയാണെങ്കിൽ പുറത്തേക്ക് പോയി നോക്കുവാണ്. അമ്മ എവിടെ പോയേക്കുവാണെന്ന് അറിയാൻ വേണ്ടി പുറത്ത് പോയി നോക്കുകയാണ്. ഈ സമയത്ത് ഗുണ്ടകളെല്ലാം ഹോസ്പിറ്റലിൽ തിരക്കി അടയ്ക്കുകയാണ്. അപ്പം നേരെ വന്ന് ചോദിക്കുന്നത് സേതുലക്ഷ്മി അടുത്താണ്. അപ്പോൾ സേതുലക്ഷ്മി അടുത്ത് ഈ ഫോട്ടോ കാണിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ഇവരെ അറിയാവുന്ന ചോദിക്കുകയാണ്. അപ്പം നിങ്ങളെന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്, ഈ സമയത്ത് വിസിറ്റേഴ്സ് സ്ഥലമല്ലല്ലോ, പിന്നെ എന്തിനാ ഇവിടെ വന്നതെന്ന് ചോദിക്കുകയാണ്. ഒരു രോഗിയെ കാണാനാണെന്ന് പറയാണ്. ഒരു രോഗിയെ കാണാനാണെങ്കിലും ഇത് വിസിറ്റേഴ്സ് ടൈം അല്ലല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങളിപ്പോൾ ഇവിടെ വന്നതെന്ന് ചോദിക്കുകയാണ്. നിങ്ങൾ അനുവാദമില്ലാതെ കയറിയതാണെന്നൊക്കെ പറയാണ്. അപ്പോൾ അതിലൊരു ഗുണ്ട ചോദിക്കുകയാണ്, അപ്പോൾ അമ്മയ്ക്ക് ഈ പെൺകുട്ടി അറിയാം. അപ്പോൾ ഉടനെ സേതുലക്ഷ്മി പറയുന്നുണ്ട്, അറിയോ അറിയാതിരിക്കുക അത് വേറെ കാര്യം, നിങ്ങൾ എന്തിനാ ഈ സമയത്ത് ഇവിടെ വന്നത്, നിങ്ങളെ കണ്ടിട്ട് എനിക്ക് ഒരു നല്ല പന്തികേട് തോന്നുന്നല്ലോ എന്നൊക്കെ സേതുലക്ഷ്മി പറയുന്നുണ്ട്. ആ സമയത്ത് സിസ്റ്റർ അങ്ങോട്ട് വരുന്നുണ്ട്. അരുണയെ വിളിച്ചിട്ട് പറഞ്ഞു, സിസ്റ്റർ സെക്യൂരിറ്റി വിളിക്കുന്നുണ്ട്, ഇവർ എന്തോ കുഴപ്പക്കാരാണെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ കുഴപ്പക്കാരൊന്നും അല്ലെന്നും ഗുണ്ടകളും പറയുന്നുണ്ട്. അപ്പം സേതുലക്ഷ്മി പറയുന്നുണ്ട്, നിങ്ങളെ തരുൺ എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസറെ കേട്ടിട്ടുണ്ടോ, ഡൽഹി വിറപ്പിക്കുന്ന പോലീസ് ഓഫീസർ, ആ ഓഫീസറിൻ്റെ അമ്മയാണ്. അപ്പോൾ എനിക്ക് നിങ്ങളെപ്പോലുള്ളവരെ കണ്ടാൽ മനസ്സിലാവും. ഇത് കേൾക്കുമ്പോഴത്തേക്ക് അവന്മാർ പേടിച്ച് ഓടാൻ നോക്കുന്നുണ്ട്. ഈ സമയത്ത് അരുണ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അരുണയുടെ കൈ തട്ടി മാറ്റി ഓടുകയാണ്. ഈ സമയത്ത് ഇതൊക്കെ താഴെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വേദ ഇറങ്ങി വരുന്നത്. വേദ ഇറങ്ങി വരുമ്പോഴാണ് ഈ ഗുണ്ടകൾ ചോദിച്ചുകൊണ്ട് നിൽക്കുന്നത്. അപ്പം സേതുലക്ഷ്മി കണ്ണ് കാണിക്കുന്നുണ്ട് കയറിപ്പോകാൻ. അങ്ങനെ വേദ അങ്ങോട്ട് മാറി ഒളിച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെയായിട്ട് ഗുണ്ടകളെ തള്ളുമുന്ത് നടക്കുന്ന സമയം കൊണ്ട് സേതുലക്ഷ്മി മുകളിലോട്ട് ചെന്ന് വേദയും വിളിച്ച് മുറിയിലേക്ക് പോകുന്നുണ്ട്. അവർ നീ മോളെ അന്വേഷിച്ച് വന്നതാണെന്ന് പറയാണ്. ഈ സമയത്ത് ഗുണ്ടകളെല്ലാം അരുണയെ തള്ളി മാറ്റിയിട്ട് ഓടിയങ്ങ് പോകുന്നുണ്ട്. അങ്ങോട്ടേക്ക് അരുണയും വരുന്നുണ്ട്. അപ്പോൾ അരുണയും വന്ന് സേതുലക്ഷ്മി അടുത്ത് പറയുന്നുണ്ട്, അവന്മാരെല്ലാം ഓടി രക്ഷപ്പെട്ട് അവരാരാ എന്തിനാ വന്നതെന്നൊക്കെ ചോദിക്കണം. ഇത് കേൾക്കുമ്പോഴത്തേക്ക് വേദയ്ക്ക് ഭയങ്കര സങ്കടത്തോടെ വേദ കരയുന്നുണ്ട്. എന്നിട്ട് സേതുലക്ഷ്മിയുടെ തോളയിലേക്ക് വീഴുന്നുണ്ട്. അങ്ങനെ കഥകളെല്ലാം സേതുലക്ഷ്മി അടുത്തും അരുണടുത്തും പറയുന്നുണ്ട്. അപ്പം ഇത്രയും ദൂരം വന്ന് ഇവിടെ ഒളിച്ച് താമസിക്കേണ്ട കാര്യമുണ്ടോ, കേസ് കൊടുത്ത് ശ്രീകാന്തിനെ അകത്താക്കിക്കൂടെ എന്ന് അരുണ ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണ് എൻ്റെ കൂട്ടുകാരി ശ്രേയയും ചോദിച്ചത്. പക്ഷേ അയാളെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, അയാൾ പകയുടെയും വഞ്ചനയുടെയും ആൾരൂപമാണ്. അയാൾ ഒരാളെ കൊല്ലണം തീരുമാനിച്ചാൽ കൊല്ലുക തന്നെ ചെയ്യും. കാരണം ഞങ്ങളും ഇതേപോലെ വിചാരിച്ച് പോലീസിൻ്റെ മുന്നിൽ അയാളെ എത്തിക്കണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ അവസാനം എന്താ സംഭവിച്ചത്, ചന്ദ്രശേഖരൻ അങ്കിളിനെ അയാൾ കൊന്ന് ആകെപ്പാടെയുള്ള ഒരു തെളിവ് അനിയൻ കുട്ടിനെയും കൊന്നതിന് ശേഷം അതെല്ലാം വിക്രത്തിൻ്റെ തലയിലായി. അങ്ങനെയാണ് സംഭവിച്ചത്. അപ്പം ഇനിയും ഞാൻ അയാളുടെ മുന്നിൽ നിന്ന് ഫൈറ്റ് ചെയ്യുന്നത് ശരിയല്ല. എനിക്ക് കുറച്ച് നാളത്തേക്ക് ഈ കുഞ്ഞിനെ സുരക്ഷിതമായി പ്രസവിക്കണം, കുറച്ച് സമയം കൂടെ വേണം, അത് കഴിഞ്ഞാൽ ഞാൻ എന്ത് വേണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെന്ന് കുറച്ച് വാശിയോടെ ഭേദ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ട് നിൽക്കുമ്പോൾ സേതുലക്ഷ്മി പറയുന്നുണ്ട്, മോള് സൂക്ഷിക്കണം, ഇനി ഈ പേരിൽ ഇവിടെ തുടർന്നാൽ ശരിയാവത്തില്ല. കാരണം അവരെങ്ങനെയോ മനസ്സിലാക്കിയിട്ടുണ്ട് മോൾ ഡൽഹിയിലുണ്ടെന്ന്, മോൾ ഗർഭിണിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ ഹോസ്പിറ്റൽ റെക്കോർഡെല്ലാം അവർ ചെക്ക് ചെയ്യും. ഈ പേരിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന പേര് മാറ്റണം, ഒറിജിനൽ പേര് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് കാര്യം മനസ്സിലാവുമെന്ന് പറയാണ്. അപ്പോൾ ഇത് കഴിയുമ്പോൾ അരുണയും പറയുന്നുണ്ട്, അതെ പേര് മാറ്റണം എന്ന് പറയാണ്. അങ്ങനെ പേര് മാറ്റാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് അരുണ സമ്മതിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ശ്രീകാന്ത് വിക്രത്തെ കൊല്ലാനും ജയിലിൽ ആളെ ഏർപ്പാടൊക്കെ ചെയ്യുന്നുണ്ട്. എങ്ങനെയെങ്കിലും വിക്രത്തെയും കൊല്ലണം, ഇതൊക്കെ തന്നെയാണ് ശ്രീകാന്തിൻ്റെ ഉദ്ദേശം. ഇപ്പം വേദ അന്വേഷിച്ച് ഡൽഹിയിലേക്ക് വരാനും ശ്രീകാന്ത് തയ്യാറെടുക്കുകയാണ്. അങ്ങനെ ഈ സമയത്ത് ഹോസ്പിറ്റലിൽ വേദയ്ക്ക് കൂട്ടായി സേതുലക്ഷ്മിയും കൂടുന്നുണ്ട്. അതിനുശേഷം രാധികയ്ക്ക് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം രാധികയെ നോക്കാൻ ഡോക്ടർ വരുന്നുണ്ട്. എങ്ങനെ ഉണ്ടെന്നൊക്കെ രാധിക അടുത്ത് ചോദിക്കുന്നുണ്ട്. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഭയമൊക്കെ ഉണ്ടെന്ന് സേതുലക്ഷ്മി പറയുന്നുണ്ട്. അതൊക്കെ കുഴപ്പമില്ല. അപ്പം തരുൺ വരുമ്പം എന്നെ ഒന്ന് വന്ന് കാണാൻ ഡോക്ടർ പറയുന്നുണ്ട്. ആ സമയത്ത് അരുണ വേദയെടുത്ത് പറയുന്നുണ്ട്, വേദേ പേര് മാറ്റുന്ന കാര്യം ഇച്ചിരി പ്രശ്നമാണ്. പക്ഷേ ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞ് കാര്യങ്ങളൊക്കെ ഡോക്ടറിൻ്റെ അടുത്ത് പറയാനായിട്ട് വന്ന് കാര്യങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞ് പേര് മാറ്റിയിട്ടുണ്ട്, കൂട്ടുകാരുടെ പേരാ ചേർത്തേക്കുന്നതെന്ന് പറയാണ്. അപ്പോൾ ഉണ്ട് വേദ ചോദിക്കുന്നുണ്ട്, അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവൾക്ക്? പ്രശ്നമൊന്നുമില്ല, പക്ഷേ കാര്യങ്ങളൊക്കെ പറയേണ്ട വന്നു ഡോക്ടറിൻ്റെ അടുത്ത്. കാരണം ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഡോക്ടറിൻ്റെ സഹായമില്ലാതെ ചെയ്യാൻ പറ്റത്തില്ല. ഒരു സെക്യൂരിറ്റി പ്രോബ്ലം ഉണ്ടെന്ന ഡോക്ടറിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ സേതുലക്ഷ്മി ചോദിക്കുന്നുണ്ട്, കഥകളെല്ലാം പറയേണ്ട വന്നോ? എല്ലാ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, അത്യാവശ്യം വേണ്ടത് മാത്രമേ പറഞ്ഞുള്ളൂ എന്ന് അരുണ പറയുന്നുണ്ട്. അങ്ങനെ ഹോസ്പിറ്റൽ റെക്കോർഡിൽ നിന്നും വേദ എന്ന പേര് മാറ്റി ശ്രേയ എന്നാക്കി. അങ്ങനെ എല്ലാവരുടെയും സഹായത്തോടെ വേദ ഹോസ്പിറ്റലിൽ തന്നെ കഴിയുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് അതിക്ക് മാനസികമായ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പം തരുൺ വരുന്നുണ്ട്. തരുൺ വരുമ്പോൾ ഉടനെ രാധികയായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, തരുൺ ഇതെനിക്ക്
ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറമാണ്. എൻ്റെ ചുറ്റിനും ചോരയും ഈ കട്ടിലിൻ്റെ ചുറ്റിനൊക്കെ തീയുമൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. പണ്ട് കുഞ്ഞുനാളിൽ അച്ഛൻ്റെ അടുത്തേക്ക് വെക്കേഷന് വന്നപ്പം കലാപം കാരണം എൻ്റെ ചുറ്റിനുള്ളവരെല്ലാം വെന്ത് മരിച്ചതാണ്. മനുഷ്യൻ്റെ മാംസം വേവുന്ന മണമായിരുന്നു. തീയിട്ട് എല്ലാം നശിപ്പിച്ചു. ഞാൻ മാത്രം എങ്ങനെയോ രക്ഷപ്പെട്ടു. ആരോ എന്നെ എടുത്തുകൊണ്ട് ഓടി രക്ഷപ്പെട്ടു. അതിൽ നിന്നും ഞാൻ പുറത്തു വരാൻ കുറേ നാളെടുത്ത്. അതിന് ആരുമില്ലാത്ത എന്നെ ഓർഫനേജിൽ താമസിപ്പിച്ചു. പിന്നെ പതുക്കെ പതുക്കെ അതിൽ നിന്നൊക്കെ വിട്ടുവന്ന് പിന്നെ തരുണമായിട്ടുള്ളൊരു ജീവിതം തുടങ്ങിയപ്പോൾ അതിൽ നിന്നും ഒക്കെ മാറിയാണ് ചിന്തിച്ചത്. ഇപ്പം ഈ ഒരു അനുഭവത്തോടെ വീണ്ടും പഴയതൊക്കെ ഓർമ്മ വരുന്ന തരുൺ, നമുക്ക് ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോവാം. ഇനി ഈ ഒരു ലോകത്ത് നമുക്ക് ജീവിക്കേണ്ട വേറെ എങ്ങോട്ടെങ്കിലും ഒരു സമാധാനത്തിൽ ജീവിക്കാം. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ കുഞ്ഞിനെ നന്നായിട്ട് നോക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് രാധിക കരയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് കാണുമ്പോൾ തരുൺ നല്ല വിഷമം. തരുൺ പറയുന്നുണ്ട്, നീ വിഷമിക്കേണ്ട, എന്തായാലും ഈ ഒരു ഡെലിവറി കഴിയുമ്പോൾ നമുക്ക് ദൂരെ എവിടെയെങ്കിലും മാറി താമസിക്കാം. ആരും നമ്മളെ ശല്യം ചെയ്യാൻ വരാത്തിടത്തേക്ക് നമുക്ക് മാറി താമസിക്കാം എന്നും പറഞ്ഞുകൊണ്ട് രാധികയെ ചേർത്ത് പിടിക്കുകയാണ് തരുൺ. അപ്പോൾ ഇതൊക്കെ വേദ അപ്പുറത്ത് കിടന്ന് കേൾക്കുന്നുണ്ട്. വേദയ്ക്കാണെങ്കിൽ നല്ല വിഷമവും വരുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് വിക്രമാണെങ്കിൽ ജയിലിലിങ്ങനെ ഉണർന്നിരിക്കുകയാണ്. കാരണം അമ്മ വന്നതിന് പോയ ശേഷം ഒരു സമാധാനവും ഇല്ല. അമ്മയുടെ സങ്കടക്കരച്ചിലും എല്ലാം വിക്രം ഇങ്ങനെ ഓർത്തിരിക്കുകയാണ്. ഈ സമയത്ത് ഉള്ള തടവുകാരൻ ചോദിക്കുന്നുണ്ട്, നീ എന്താ ഉറങ്ങാതിരിക്കുന്നത്? ഉറങ്ങാതിരുന്നിട്ട് ഒരു കാര്യമില്ല, നീ എന്തിനാണ് വിഷമിച്ചിരിക്കുന്നത്? അപ്പം ഒന്നുമില്ല, അമ്മയുടെ കാര്യം ഓർത്ത് വിഷമിച്ചതാണ്. അപ്പം അയാൾ പറയുന്നുണ്ട്, കാത്തിരിക്കാൻ ആരും ഇല്ലാത്തവനാണെങ്കിൽ അയാളുടെ കാര്യം വലിയ കഷ്ടമാണെന്ന് പറയുകയാണ്. അപ്പം ചേട്ടനും ഉണ്ടല്ലോ കാത്തിരിക്കാൻ ഒരു അമ്മൂമ്മ എന്ന് പറയുകയാണ്. 2 ദിവസത്തിന് മുമ്പ് ഇവിടെ വന്നായിരുന്നല്ലോ. ഓ അതും എൻ്റെ അമ്മൂമ്മയൊന്നുമല്ല, അതും ഒരു കളവ് മുതലാന്ന് പറയാണ്. കൊച്ചുനാളിലെ എൻ്റെ അമ്മയുടെ കെട്ടിത്തല്ലി പറിച്ചുകൊണ്ട് പോയി അച്ഛൻ അപ്പുറത്തെ ചന്ദ്രശേട്ടൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് പണയം വെച്ച്. അപ്പോൾ ഇതോർത്ത് അമ്മ ഭയങ്കര കരച്ചിലായിരുന്നു. അതെടുക്കാൻ വേണ്ടി ഞാൻ അവിടെ ചെന്ന് ആ മാല എടുത്തുകൊണ്ട് വന്നപ്പോൾ അവസാനം ഞാൻ ആ മാല മോഷ്ടിച്ചെന്നായി. പോലീസ് വന്നപ്പോൾ ഞാൻ പല വട്ടവും പറഞ്ഞത് അത് എൻ്റെ അമ്മയുടെ മാലയാണെന്ന്. പക്ഷേ അവസാനം അമ്മയും കാലുമാറി പറഞ്ഞ് അത് ഞങ്ങളുടെ മാലയല്ലെന്ന് അമ്മയും പറഞ്ഞ്. അത് ജയിലിൽ കിടന്ന് എന്നെ വന്ന് അമ്മ കാണാൻ വന്നപ്പം അച്ഛൻ പറഞ്ഞു കൊടുത്തിട്ട് അമ്മ അങ്ങനെ പറഞ്ഞെന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ കള്ളനായി തുടങ്ങി. പിന്നെ പല മോഷണം. അങ്ങനെ ഒരു വലിയ വീട്ടിൽ മോഷ്ടിക്കാൻ ചെന്ന് അവിടെ നിന്ന് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ആകപ്പാടെ എനിക്ക് കിട്ടിയത് ആ മുത്തശ്ശി പറയുന്നുണ്ട്, മക്കളെ നീ ഇവിടുന്ന് ഒന്നും മോഷ്ടിക്കാൻ പറ്റത്തില്ല. ആകപ്പാടെ ഉള്ള ഞാൻ മാത്രമേ ഉള്ളൂ. ഇതൊരു വലിയ വീടൊക്കെയാണ്, പക്ഷെ ഞാൻ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം പൂട്ടി വെച്ചേക്കുക. അവർക്ക് ക്യാമറയിൽ കൂടെ അവിടെ ഇരുന്ന് ലണ്ടനിൽ ഇതൊക്കെ കാണാമായിരുന്നു മക്കൾക്കൊക്കെ. പക്ഷേ മക്കൾക്കാർക്കും അമ്മയെ വേണ്ട. അപ്പം ആ അമ്മൂമ്മ പറയാണ്, ഞാൻ നിങ്ങളുടെ കൂടെ വരട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അവസാനം ഞാൻ ആ അമ്മൂമ്മയും കൊണ്ടേക്ക് പോയിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം അവന്മാർ വീണ്ടും കേസ് കൊടുത്തു. ഞാൻ അവിടെ കയറി മോഷ്ടിച്ചെന്ന്. ആ അമ്മൂമ്മയെ മോഷ്ടിച്ചുകൊണ്ട് വന്നെന്നോ ആ അമ്മൂമ്മയെ കാണാനില്ലെന്നോ ഒന്നും അല്ലായിരുന്നു കേസ്. അമ്മൂമ്മയുടെ കഴുത്തിൽ കിടന്ന 10 അവൻ്റെ മാല കാണാനില്ലെന്ന്. അതാ ഞാൻ മോഷ്ടിച്ചതെന്ന് അവന്മാർ പറഞ്ഞത്. അമ്മൂമ്മ അന്തസ്സായിട്ട് ആ മാല പൊട്ടിച്ച് പോലീസുകാരുടെ മുന്നിൽ വെച്ച് കൊടുത്തിട്ട് എൻ്റെ കൂടെ ഇറങ്ങിപ്പോയിരുന്നു. ഇപ്പം ഞാനും അമ്മൂമ്മയാണ് താമസിക്കുന്നത്. എൻ്റെ അമ്മയെ നോക്കിയതെല്ലാം അമ്മൂമ്മയാണ്. അതിനുശേഷം അതിലൊരുത്തൻ വീണ്ടും വന്ന് വീട്ടിൽ അമ്മൂമ്മയുടെ പേരിലുള്ള സ്വത്തുക്കളെല്ലാം എഴുതി വാങ്ങിക്കാൻ. അങ്ങനെ ആദ്യമൊന്നും ഞാനൊന്നും ഇടപെട്ടില്ല. പിന്നെ അമ്മൂമ്മയെ ഉപദ്രവിക്കുന്ന കണ്ടപ്പം ഞാൻ പിടിച്ചൊരു തെള്ളു കൊടുത്ത്. ആ തെള്ളിൽ വന്ന് പടിയിൽ തലയിടിച്ച് മരിച്ചുപോയി. അങ്ങനെയാണ് ഞാൻ ഇതിനകത്ത് ആയത്. ഇതെല്ലാം കഴിഞ്ഞ് കേസെല്ലാം കഴിഞ്ഞതിന് ശേഷം തിരിച്ച് ചെന്നിട്ട് വേണം അമ്മൂമ്മയായിട്ട് എനിക്ക് സുഖമായിട്ട് ജീവിക്കാൻ എന്ന് പറയാണ്. അപ്പം ഇതൊക്കെയാണ് ഓരോ പ്രതീക്ഷയോടെ എല്ലാവരും കാത്തിരിക്കുകയാണ്. നിനക്കും പ്രതീക്ഷിക്കാൻ ആളുണ്ടല്ലോ. നീ വിചാരിക്കുന്ന പോലെ വേദ ശ്രീകാന്തിനെ പേടിച്ചൊന്നും അല്ല പോയത്. വേറെ എന്തോ കാര്യമുണ്ട്, അത് ഉറപ്പാണ്. നീ കാത്തിരിക്കുക തന്നെ ചെയ്യണം. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് വിക്രത്തിന് കുറച്ച് വിഷമമൊക്കെ മാറുന്നുണ്ട്. വിക്രം ഇങ്ങനെ ആലോചിച്ച് തന്നെ ഇരിക്കുകയാണ്. രാത്രിയിൽ വീണ്ടും കിടക്കുമ്പോൾ അമ്മ വന്ന് വിളിക്കുന്നതായിട്ട് വിക്രം സ്വപ്നം കണ്ട് ചാടിയൊക്കെ എണീക്കുന്നുണ്ട്. അതിനുശേഷം പിറ്റേന്ന് ജയിലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആൻഡ്രൂസ് വന്ന് ചോദിക്കുന്നുണ്ട്, വിക്രം എന്തെടുക്കുക എന്ന് നോക്കിയാണ്. ഇപ്പോൾ ലഞ്ച് ബ്രേക്കിൽ വെറുതെ ഇരുന്നാണെന്ന് പറയണം. അപ്പം ആൻഡ്രൂസ് വന്ന് വിക്രത്തിൻ്റെ അടുത്തിരുന്നിട്ട് പറയാണ്, വിക്രം, ഓരോരുത്തർക്കും ഓരോ സമയമുണ്ട്. നമ്മൾ ഈ ജയിലിൽ വരുന്നവരെല്ലാം കുറ്റക്കാരല്ല. ചിലർ സാഹചര്യം കൊണ്ടുവന്ന് ആക്കുന്നത്. ഈ കുറ്റക്കാരുള്ളവരെ ജയിലിൽ കൊണ്ടുവന്ന് ഞങ്ങൾ മനസ്സിലാക്കി എടുക്കുക ഞങ്ങളുടെ ജോലി എന്ന് ആൻഡ്രൂസ് പറയുന്നുണ്ട്. ഇവിടെ ഓരോ സമയവും ഓരോ കാര്യത്തിനായിരിക്കും. നിൻ്റെ ഈ സമയവും എന്തെങ്കിലും ഒരു ഭാവിയിലേക്കുള്ള കാര്യമായിരിക്കും. ആ സമയം നീ വെറുതെ കളയല്ലേ എന്ന് ആൻഡ്രൂസ് ഓർമ്മിപ്പിക്കണം. അങ്ങനെ വിക്രം ഇങ്ങനെ ഓരോന്നിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്.